ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മൾ കൊടൈക്കനാലിലാണ് പോകുന്നത്. കൊടൈക്കനാലിൽ ചെറിയ ഓഫ് റോഡ് ചെയ്യാനായിട്ടുള്ള യാത്രയാണ്. നമ്മളോടൊപ്പം ഇന്ന് റൈഡ് ചെയ്യാനുള്ളത് ഡി ഓഫ് റോഡേഴ്സ് കേരള ടീമാണ്. ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഓഫ് റോഡ് ആക്ടിവിറ്റി ഒന്നുമല്ല. ആക്ച്വലി അവർ ഇതിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഹിമാലയനുമായിട്ട് കൊടൈക്കനാൽ വന്ന് അവിടെ ഓഫ് റോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു റിസോർട്ടിലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ പോയി നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോകുന്ന വഴിക്കാണ് ഞാൻ അറിഞ്ഞത് നമുക്കൊരു കിടിലം ടീം വരുന്നുണ്ട്. അവർ ഒരു അത്യാവശ്യം നല്ല ടെറൈനൊക്കെ ഓഫ് റോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നൊക്കെ അവരോടൊപ്പം കൂടാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവരോട് ചേർന്ന് ചെയ്തൊരു ഓഫ് റോഡ് ആക്ടിവിറ്റിയാണത്. നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്ന കൊടൈക്കനാലിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ്. നായിഡുപുരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലോട്ട് എത്താൻ. നിങ്ങൾ ഈ കാണുന്ന പോലെ ടാറുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ടാർമാക്ക് പോലെ കിടക്കുന്നൊരു ടെറൈനാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഓഫ് റോഡ് ഒരു വാം സെഷൻ ഈ റോഡിൽ തന്നെ കഴിയും. അത്യാവശ്യം നമുക്കത് ജമ്പടിക്കാൻ പറ്റിയ ചെറിയ ഓപ്ഷൻസൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇളകി കിടക്കുന്നുണ്ട്, സ്ലൈഡ് ചെയ്യാം. ഒരു ബോഡി പോസ്റ്ററൊക്കെ ഒന്ന് വാമപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയൊരു ടെറൈനിൽ കൂടെയാണ് നമ്മൾ ഓടിയ പ്രോപ്പർട്ടിയിലെത്തുക. ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് നമ്മൾ ഈ സ്ഥലത്തൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ടെറൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തായാലും ഈ മാസം റെക്കോർഡ് ചെയ്തൊരു വീഡിയോ അല്ല. അതെ, ഇത് മാർച്ചിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. നമ്മുടെ കേരളത്തിലെ ചൂട് സഹിക്കാൻ വയ്യാന്ന് കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും കൊടൈക്കനാലും മൂന്നാർക്കും അതുപോലെ ഊട്ടിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നൊരു സമയമാണ്. ഹിൽ സ്റ്റേഷൻ്റെ ഓടുകയായിരുന്നു കേരളത്തിലുള്ള ആൾക്കാർ. ആ ഒരു സമയത്ത് ഞാൻ കൊടൈക്കനാലിൽ പോയിട്ടെടുത്ത വീഡിയോ ആയിരുന്നു ഇത്. കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. പക്ഷേ കൊടൈക്കനാൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റി. പിന്നെ അവസാനം കൊടൈക്കനാലിൽ അവർ പാസ് വെച്ചിട്ടാക്കി ആൾക്കാരെ കയറ്റാൻ തുടങ്ങിയത്. കാരണം അവിടെ സഞ്ചാരികൾ കൂടിയപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് കേട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ കൊടൈക്കനാൽ വന്ന നമ്മുടെ സാധാരണ വരുന്ന ബത്തല കൊണ്ടുന്ന വഴി കൊടൈക്കനാൽക്ക് വരുന്ന വഴിക്കല്ല, അടുക്കം വഴിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഒരു അടിപൊളി റൂട്ടാണ്. അത്യാവശ്യം ഹെയർ പിൻസൊക്കെ ഉള്ള നാരോ ഹെയർ പിൻസൊക്കെ ഉള്ള റൂട്ടാണ്. നമ്മൾ സാധാരണ വരുമ്പോൾ നമ്മൾ ഓടിച്ച് ഈ ഹെയർ പിന്നെ ഓടിച്ച് ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നമ്മൾ കൊടൈക്കനാൽ എത്തുക. അപ്പോൾ കൊടൈക്കനാൽ എത്താറാകുമ്പോഴത്തേക്കും തന്നെ ഓടിക്കുന്ന ഒരുവിധം ആൾക്കാരും ക്ഷീണിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ കാറിലാണ് വരുന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡാക്കാനുള്ള സമയമൊക്കെ ഒരുപാടായിട്ടുണ്ടാകും. പക്ഷേ ഈ റൂട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 6 മണി കഴിഞ്ഞു, 7 മണിയോളം ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. സാധാരണ 6 മണിക്ക് ശേഷം അങ്ങോട്ട് ബൈക്ക് കയറ്റി വിടത്തില്ല. പക്ഷെ ഞങ്ങൾ ആ ചെക്ക് പോസ്റ്റിൽ പറഞ്ഞ് ഞങ്ങൾ ഇതേമാതിരി ലേറ്റായി പോയി, ഇനി തിരിച്ചു പോയിട്ട് വരാനായിട്ടുള്ള സമയമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി ഞങ്ങളെ പോകാൻ അനുവദിച്ചു. പക്ഷേ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നുകൊണ്ടാണ് പുള്ളി അനുവദിച്ചത്. അതും വളരെ കൺട്രോൾഡായിട്ട് ഒരു സ്പീഡ് എടുക്കാണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്ടൊക്കെ പോകണം പുള്ളി നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഗാർഡ്. പക്ഷെ നല്ല റൂട്ടായിരുന്നു. 2 സൈഡും ഈ മാന്തോപ്പ് പോലുള്ള എന്താ സംഭവമാണ്. പക്ഷേ യാത്ര ഏതാണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ പെട്ടെന്ന് ഓടി ഞങ്ങൾ കൊടൈക്കനാലെത്തി. സാധാരണ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങളിനി കൊടൈക്കനാൽ കേരളത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ, തേനി വഴി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ റൂട്ടെന്ന് പറഞ്ഞാൽ അടക്കം വഴി എടുക്കുന്നതായിരിക്കും. അടക്കമല്ല കേട്ടോ, അടുക്കം വഴി എടുക്കുന്നതായിരിക്കും. അത് നല്ല റൂട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കൊടൈക്കനാൽ ഓടിച്ച് ക്ഷീണിക്കത്തില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടി എത്താറായി. ഈ കാണുന്ന ടേൺ ലെഫ്റ്റിലേക്ക് എടുത്ത് ആ ഒരു ആർച്ച് കയറി നേരെ മുകളിലേക്ക് ചെല്ലുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇത് ദി ഗ്രേറ്റ് ട്രാവൽ ഡയറീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ആണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു മാർച്ചിലെ ക്ലൈമറ്റിലും നമുക്ക് ഈ മിസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വിഷ്വൽ എലമെൻറ്റ്സ് ഒന്നും അവിടെ കിട്ടിയില്ല. പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഗ്രേറ്റ് ട്രാവൽ ഡയറീസിൻ്റെ കണ്ടിട്ടുണ്ട്. ഒരു പാർട്ടി പ്ലേസ് ആണ്. അതുപോലെ തന്നെ കൊടൈക്കനാൽ നിങ്ങൾക്കറിയാമല്ലോ, നിൽക്കില്ല ടൈം ലാപ്സ് ഇല്ലാണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഫോഗ് വന്ന് നമ്മളെങ്ങനെ കവർ ചെയ്യുന്ന പൊതിയുന്നത്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഓടി ഏതാണ്ട് പ്രോപ്പർട്ടി എടുത്തെത്താറ്. ഇതൊക്കെ നല്ല കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത്യാവശ്യം നമ്മളെ വഴിക്കുന്ന പോലെ ഈ കല്ലളയിൽ കിടക്കുന്ന റോഡാണ്. ഈ പുള്ളി ബ്രേക്ക് ചെയ്തിട്ട് പുറകിലോട്ട് വരിക. അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നിങ്ങൾ ഇതുപോലെ കൊടൈക്കനാലും അതുപോലെ ഹിൽ സ്റ്റേഷൻസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു ടെറൈനിൽ ഓടിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഫണ്ണാണ്. അപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ ഒരു പൊട്ടൻഷ്യലും അതിൻ്റെ ഒരു ഫുൾ എൻജോയ്മെൻറ്റ് നമുക്ക് മനസ്സിലാകുക. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഏതാണ്ട് 45ഓളം ബൈക്ക് ഉണ്ട് കേട്ടോ. അത്
കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ബൈക്ക് ഇട്ട് ട്രിവാൻഡ്രം തൊട്ട് തെക്ക് നിന്ന് വടക്ക് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ഹിമാലയൻസ് ഉണ്ട്. മോസ്റ്റ്ലി ഇതിലുള്ളത് മൊത്തവും നമ്മുടെ 411 ആണ്. പിന്നെ 2 450 ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രൂപ്പാണ്. എല്ലാവരും വന്നൊന്ന് ഫ്രഷായി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചു, ലഗേജൊക്കെ ഓഫ്ലോഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ട്രാക്കിലേക്ക് പോവാണ്. ഈ ട്രാക്ക് ആക്ച്വലി നമ്മുടെ ഗ്രേറ്റ് ട്രാവൽ ഡയറീസിൻ്റെ ഓണർ പോലും പോയിട്ടില്ലാത്ത ട്രാക്കാണ്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ലിറ്ററലി അതെങ്ങനെയാണ് ട്രാക്കിൻ്റെ കണ്ടീഷനെന്ന് അറിയാതെ, പോകുന്ന വഴി പോലും അറിയാതെ പോവാണ്. ഈ ഗ്രൂപ്പിൽ മൊത്തം ഹിമാലയനാണ്. ഈ ഹിമാലയൻ കൂടാണ്ട് ആകെയുള്ള എൻ്റെ ADV 390 മാത്രമാണ്. ഐ ആം ലിറ്ററലി താങ്ക്ഫുൾ ടു ദി ഗ്രൂപ്പ് ബിക്കോസ് ഇങ്ങനെ വരുന്ന റൈഡിൽ അവർ മറ്റു ബൈക്കുകൾ അലൗ ചെയ്തില്ല. കാരണം അവർ വരുന്നതും അവരുടെ കണ്ടൻറ്റ് എടുക്കാനും അവരുടെ ക്ലബിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ടാണ് അവരിതുപോലെ വരിക. അപ്പോൾ അതിനിടയിൽ നമ്മുടെ അഡ്വഞ്ചർ 390 കൊണ്ട് വയ്ക്കുന്നത് അത്രയും നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു ഗ്യാപ്പിട്ടാണ് ഓടിക്കുക. ഇവരുടെ ആ കൊണ്ടുപോയി പോയാൽ ഏറ്റവും ലാസ്റ്റ് നിന്നാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്നതുകൊണ്ട് നമുക്കറിയാം മറ്റുള്ളവരുടെ അവരുടെ ഒരു കൺവീനിയൻസ് കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ഏതാണ്ട് ട്രാക്കിലെത്തി. ഈ ട്രാക്കിൻ്റെ കിടപ്പ് കണ്ടപ്പോഴത്തേക്കും തന്നെ ആദ്യം ഞെട്ടി. കാരണം മൊത്തം പാറയാണ്, ഇറ്റ്സ് ഫൈൻ. പക്ഷേ അതൊരു ഭയങ്കരമായിട്ട് കുത്തനെ താഴോട്ട് കിടക്കുന്ന ഇതാണ്. റൂട്ട് നിനക്ക് താഴോട്ട് കിടക്കുകയാണ്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറി വരുന്നതിനെ കുറിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. സ്റ്റിൽ ഓഫ് റോഡല്ലേ, ഫണ്ടടിച്ച് നമ്മൾ പോകുന്നുണ്ട്. എല്ലാ ഹിമാലയനും ഒരുപോലെ തന്നെ പോകുന്നുണ്ട്. എൻ്റെ പുറകിൽ ഞാനും പോകുന്നുണ്ട്. അത്യാവശ്യം ഡിസെൻഡിങ് ആയിട്ടുള്ള ഒരു ടെറൈനാണ്. അതുപോലെ തന്നെ ഈ റോക്കി സർഫസ് ആയതുകൊണ്ട് നമുക്ക് ബ്രേക്കിനൊന്നും അധികം പണിയില്ല. ആക്ച്വലി എൻജിൻ ലോക്കിലാണെങ്കിലും ബ്രേക്കിലാണെങ്കിലും വണ്ടി നിൽക്കത്തില്ല. വണ്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ആക്ച്വലി നമുക്ക് വീഡിയോയിൽ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഈ ടെറൈനൊക്കെ ഒക്കെയാണ്. നേരത്തെ ഇറങ്ങി വന്നതും ഇനി ഇറങ്ങാൻ വേണ്ടി പോകുന്നതും അത്യാവശ്യം വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാത്തൊരു ടെറൈനിലാണ്. ഈ ടെറൈനിലൊക്കെ നമ്മൾ പിടയ്ക്കില്ലേ, കണ്ടില്ലേ? ഇവിടെ ലോക്കാണ്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം പോകാൻ. കാരണം നമ്മളൊന്ന് പെടച്ച് വരുമ്പോഴത്തേക്കായിരിക്കും മുന്നിലൊരു സ്റ്റോപ്പ് ഉണ്ടാവുക. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഓഫ് റോഡിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വിഷൻ ക്ലിയർ ചെയ്ത് മാത്രം പോവുക. നോർമൽ ടെറൈൻ അല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. കൊളിഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് ഓടിക്കുക. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു ടെറൈനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അലമ്പ് കാണിച്ചിട്ടൊന്നൊരു കാര്യമില്ല. വളരെ കൺട്രോൾഡായിട്ട് ടെറൈനെ നോക്കി വേണം പോകാൻ. കാരണം എന്താണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടി വച്ചേക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ താഴെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ടേൺ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴിയായിരിക്കും. അപ്പോൾ ആ ടെറൈൻ ആദ്യമായിട്ടാണ് നമ്മളൊരു ടെറൈനിൽ ആദ്യമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആവേശം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓഫ് റോഡിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ ഈ ടെറൈനിലൊക്കെ കാണാം, ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ പോകുന്നത്. ആക്ച്വലി ഇത് സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ ആണെങ്കിൽ നമുക്കറിയാം ഇത് എങ്ങനെയുള്ള ടെറൈനാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് പൊട്ടിച്ച് പോകാൻ പറ്റും. ഈ ടെറൈൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുത്തനെ കിടക്കുന്നതാണ്, ഒരു ഇറക്കമാണ്. പിന്നെ അതുപോലെ തന്നെ ഇളകി കിടക്കുന്ന കല്ലാണ്. അപ്പോൾ അതാണ് ഈ ഒരു ടെറൈൻ്റെ പ്രത്യേകത. പിന്നെ പുതിയ ടെറൈനാണ്, ഒരുപാട് ബെൻഡ് ഉള്ളതുകൊണ്ട് നമുക്കറിയില്ല എന്താ സംഭവിക്കണമെന്നുള്ളത്. അപ്പോൾ പോവാണ്. അവിടെ ഇപ്പോൾ ഒരു കൂട്ടം ബൈക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് അങ്ങോട്ടൊരു കുത്തനുള്ളൊരു ഇറക്കമാണ്. ആ ഇറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിലോ അല്ലെങ്കിൽ എഞ്ചിലോ നിൽക്കാത്ത കണ്ടീഷനുള്ളൊരു ഇറക്കമാണ്. അത് ചെന്നോടനെ അത് ലെഫ്റ്റിലേക്കൊരു ടേണും ഉണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്ത് താഴെ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നമുക്ക് ട്രാക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഈ കിടക്കുന്നതാണ് നമ്മളടുത്തിന് ഇറങ്ങിപ്പോകുന്ന ട്രാക്ക്. അതങ്ങനെ കുത്തനെ താഴോട്ട് കിടക്കുകയാണ്. ഇതേ കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, അത്യാവശ്യം നല്ല ഭീകരമായിട്ടുള്ളൊരു ഇറക്കം തന്നെയാണ്. ഇത് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടേണുമുണ്ട്. അവിടെ അതേ താഴെ നിൽക്കുന്ന അവിടെ ഒരു ടേണാണ്. അപ്പോൾ വണ്ടിയുടെ വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ലേശം പോലും സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല. സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെയിൽ എൻഡിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല, വളച്ചെടുക്കാൻ പറ്റത്തില്ല, പിന്നെ വാഷ് ഔട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാത്രമാണ് ഞങ്ങളിതിൽ ഇറക്കുന്നത്.
അത് ഓരോന്നും ഇങ്ങനെ എടുത്ത് വെച്ച് തന്നെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇച്ചിരിയെങ്കിലും സ്പീഡൊന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബ്രേക്കിനധികം പണിയില്ലാത്തതുകൊണ്ടേ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മറിഞ്ഞൂത്തി വീഴണ്ട, കാരണം ഇനി കൊടൈക്കനാലിൽ എനിക്ക് തിരിച്ച് ഓടി ട്രിവാൻഡ്രം പോകാനുള്ളതാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ ഈ ട്രാക്ക് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം ട്രാക്ക് എങ്ങനെയാണ് താഴോട്ട് കിടക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടയറിൻ്റെ സ്ക്രീച്ചിങ് സൗണ്ടും കേൾക്കാം. ടയറൊന്നും നിൽക്കത്തില്ല, അതങ്ങനെ ഞരങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തുക. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ഫണ്ട്. അതുപോലെ തന്നെ ഈ ട്രാക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫണ്ട്. നമ്മൾ റോഡിൽ ഓടിക്കുന്നത് വേറൊരു ഫീലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പീഡ് എടുത്തൊക്കെ ഓടിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ക്രോസ് ചെയ്തും അതുപോലെ തന്നെ ടാർമാക്കൊക്കെ ഓടിക്കുന്നതൊക്കെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ് നമുക്ക് എപ്പോഴും കിട്ടുക. അതുപോലെ നമുക്ക് ഗ്രൂപ്പ് റൈഡിന് വരുമ്പോൾ കിട്ടുന്ന വേറൊരു ബെനിഫിറ്റാണ്, നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ വണ്ടീനെ ഒന്ന് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനോ അതുപോലെ തന്നെ ടെറൈൻ്റെ കണ്ടീഷനോ നമുക്ക് പറഞ്ഞു തരാനോ മുൻകൂട്ടി മുന്നേ പോയവരോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ബെനിഫിറ്റാണ്. പിന്നെ ഈ കിടക്കുന്ന ഈ ഒരു ഒബ്സ്റ്റക്കിൾ ജസ്റ്റ് വീഴാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. നമ്മളവിടെ ശ്രദ്ധിക്കാണ്ടാണ് ചെളിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എൻഡിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി താഴെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നുകൊണ്ട് എനിക്കത് ചാടിക്കടന്ന് പോകാൻ പറ്റി. ദേ വരുന്ന ഒരു പുതുപുത്തൻ 450 നമ്പർ കൂടെ ആയിട്ടില്ല, പക്ഷേ അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഓഫ് റോഡിന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഫസ്റ്റ് നിങ്ങളുടെ വണ്ടിയുടെ ABS ഓഫ് ആയിരിക്കണം. ABS ഓഫ് ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ പുറകിലത്തെ ടയറിൻ്റെ ABS ഓഫ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ല. ABSൻ്റെ ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ വീല് സ്ലിപ്പായി തുടങ്ങുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ പിടുത്തപ്പെടും. അപ്പോൾ ഇങ്ങനത്തെ ടെറൈനിൽ വരുമ്പോൾ ഇവിടെ ടാറൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചവിട്ടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വീല് സ്ലിപ്പായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കാണത്തില്ല, വാഷ് ഔട്ടായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ബൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ABS മസ്റ്റായിട്ടും ഓഫ് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷൻ. നിങ്ങൾക്കറിയാം, നിങ്ങൾ റോഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ട്രെയിൽസിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എക്സിറ്റിലായിരിക്കണം. നിങ്ങൾ എക്സിറ്റിലേക്ക് നോക്കുക, എക്സിറ്റിലേക്ക് വണ്ടി പുഷ് ചെയ്തിറക്കുക. നിങ്ങൾ എവിടെ നോക്കുന്നോ അവിടെ വണ്ടി പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രാക്കിൽ നോക്കിയാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന ഒരു കല്ലിലേക്കായിരിക്കാം. സ്വാഭാവികമായിട്ടും വണ്ടി ആ കല്ലിലേക്ക് പോകാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ടെറൈനൊന്ന് ഒബ്സർവ് ചെയ്യുക, എക്സിറ്റ് നോക്കുക, ത്രോട്ടിൽ കൊടുക്കുക, വണ്ടി മൂവ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു ബേസിക് എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് യൂസ് ചെയ്യണം. നിങ്ങൾ ഇതുപോലത്തെ ടെറൈനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചവിട്ടി എടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ സാധാരണ ക്യാൻവാസോ അതുപോലുള്ള ഏതെങ്കിലും ഷൂസൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലിന് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും റൈഡിംഗ് ബൂട്ട് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ MX ബൂട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ഹാർഡ് ഷെൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രൊട്ടക്ഷനും നിങ്ങൾക്കൊരു കോൺഫിഡൻസും കിട്ടും. അത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് നിങ്ങൾ വെറുതെ വച്ചാൽ പോരാ, ഹെൽമെറ്റ് നിങ്ങൾ സ്ട്രാപ്പ് ചെയ്യണം. അപ്പോൾ മിക്കവാറും ഡീറിങ് നമ്മളിങ്ങനെ കൊളുത്തിങ്ങനെ കയറ്റിയിടുന്ന ഡീറിങ് ടൈപ്പ് ഹെൽമെറ്റ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇടാനുള്ള ബുദ്ധിമുട്ട് കാരണം ചില ആൾക്കാർ ജസ്റ്റ് ഹെൽമെറ്റ് തലയിലോട്ട് വയ്ക്കത്ത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ കൺഫേമായിട്ടും നിങ്ങൾ ഡീറിങ് ആണെങ്കിലും നിങ്ങൾ സ്ട്രാപ്പ് വലിച്ചിട്ടിരിക്കണം. അതുപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ജാക്കറ്റ്സ് യൂസ് ചെയ്യുക. കാരണം ഓഫ് റോഡ് പോകുമ്പോഴത്തേക്കും വീഴുക എന്ന് പറയുന്നത് അത് ഒബ്വിയസാണ്. എപ്പോഴാണെങ്കിലും നമ്മൾ താഴെ വീണിരിക്കും. അപ്പോൾ വീഴുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഇഞ്ചുറി, അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ടിനും കാൽമുട്ടിനും വരുന്ന ഇഞ്ചുറീസും, അതുപോലെ കുഴ തെറ്റുക, കാലിൻ്റെ കുഴ തെറ്റുക, ഇതുപോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും നമ്മൾ സേഫ്റ്റി എടുത്തിട്ട് മാത്രമേ ചെയ്യാം. അതുപോലെ സുപ്രധാനമായിട്ടൊരു കാര്യമാണ്, നമുക്ക് ബൈക്ക് എടുത്തിട്ട് ഒരു അഡ്വഞ്ചർ ബൈക്ക് എടുത്തിട്ട് അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ട്രാക്കിൽ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഓടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ നീന്തൽ പഠിക്കുന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ തന്നെയാണ് അഡ്വഞ്ചറും ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ട്രെയിൽസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, ട്രെയിൽസ് നമ്മൾ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ സ്കില്ലും അതുപോലെ കോൺഫിഡൻസും ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ ഡേ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൈൻഡ് ഓഫ് ഈ ടെറൈനിലൊക്കെ വരുമ്പോഴത്തേക്കും സ്ലിപ്പായി വീഴുമോ അല്ലെങ്കിൽ ഒരു ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ ഭയം നമുക്ക് ഒരിക്കലും യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാറുന്നൊരു സംഭവമല്ല. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് വേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമോ അത്രത്തോളം നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കും, നമ്മൾക്കത് ചെയ്യാൻ പറ്റും. അതെ, ഇതാ ഇറങ്ങി വരുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏക പെൺപുലിയായ അന്നമ്മയാണ്. അപ്പം നമ്മളീ വന്ന ട്രാക്കിലെല്ലാം പുള്ളിക്കാരത്തിയുണ്ട് ഞങ്ങളുടെ കൂടെ. കുറച്ച് പേര് ഈ ടെറൈൻ എടുക്കാണ്ട് മാറി നിന്നപ്പോഴും അന്നമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വളരെ പോസിറ്റീവാണ്.
ഏത് ട്രാക്കാണേലും ഒക്കെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വരുന്ന ഒരു മൈൻഡ് സെറ്റ് അത് വേറെ ലെവലാണ്. ഇറങ്ങി വരുന്ന റെക്കോർഡിങ് അവിടെ നമ്മുടെ ട്രാക്കിൻ്റെ ഏതാണ്ട് പകുതി നമ്മൾ കഴിഞ്ഞിട്ടാണ്. ഇത് ഏതാണ്ട് ഒരു 2 to 3 കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന ട്രാക്കാണ്. നിങ്ങൾ കൊടൈക്കനാൽ വരുന്നവരാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദി ഗ്രേറ്റ് ട്രാവൽ ഡയറീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തേക്കുന്ന നമ്പറിലോ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഞാൻ ഈ ഊഞ്ഞാലടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കേട്ടോ. ഒന്ന് ആ ഫ്രണ്ടിൽ പോകുന്ന റൈഡറെ ഒന്ന് ക്ലിയർ ഓഫ് ചെയ്യണം. അതിനുശേഷം മാത്രമേ എടുത്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് പുതിയ ട്രാക്കാണ്, നമുക്കറിയില്ല. എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് ട്രയൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അത് പോരാഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ടയർ മൊത്തം പോയിരിക്കുകയാണ്. അത് മാക്സിസ് ആണ്. മാക്സിസ് പൊതുവിൽ നിങ്ങൾക്കറിയാമല്ലോ, അത് പിടിക്കാൻ ഇച്ചിരി പാടുള്ള ടയറാണ്. വാങ്ങിച്ചൊരു 3-4 മാസം അല്ലെങ്കിൽ 4-5 മാസം വരെയൊക്കെ അത് പെടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി. പിന്നെ ഈ പറയുന്ന പോലെ സ്ക്രീച്ചിങ് നോയ്സും അതുപോലെ തന്നെ വഴുക്കലൊക്കെയാണ്. അപ്പോൾ അതും ഒരിതാണ്. ഇവിടെ മൊത്തം ഉരുളൻ കല്ലാണ്. പിന്നെ ഫ്രണ്ടിൽ പോയിട്ടുള്ള ബൈക്ക് അവിടെ അഭ്യാസം കാണിക്കുന്നത് എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിതുപോലെ ട്രെയിൽസ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഹൈഡ്രേഷൻ ബാഗ് കയ്യിൽ കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ഈ വന്ന സമയത്ത് ഹൈഡ്രേഷൻ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹൈഡ്രേഷൻ ബാഗ് റൂമിൽ വെച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടെറൈൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള വന്നിട്ടുണ്ടായിരുന്നത്. അത് പോയിട്ട് 40 പേരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും ട്രെയിൽസൊക്കെ ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈം എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു 4 മണി 4:30 ടൈമിലാണ്. പക്ഷേ എങ്കിലും വല്ലാണ്ട് ടയർഡാകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ മറ്റ് റൈഡേഴ്സിൻ്റെ ഒന്നും വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ട്രെയിൽസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ബ്രീത്തിങ്, അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക്. ഈ 2 സാധനവും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സ്റ്റാമിന ഔട്ടാവില്ല. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി എൻ്റെ റോഡ് ഹെൽമെറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോഡ് ഹെൽമെറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എയർ കുറവായിരിക്കും, കാറ്റിങ്ങനെ കയറത്തില്ല, കുറച്ച് പാടാണ്. പിന്നെ നമുക്ക് ഗ്ലാസ് പൊക്കി വെച്ച് ഓടിക്കാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡ് എടുക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഗ്ലാസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഗ് അടിക്കും, അതുപോലെ തന്നെ ബ്രീത്തിങ് കിട്ടത്തില്ല. ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആ ഫേസിൻ്റെയും നോസിൻ്റെയും സൈഡ് ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ കവറായിട്ടിരിക്കുന്ന കാരണം നമുക്കൊരു സഫക്കേഷൻ ആയിരിക്കും. ട്രയൽസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കപ്പടിക്കാണ്ട് എന്ത് പോക്കാണ്, അതേ കണ്ടില്ലേ അവിടെ നിന്ന് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പൊക്കെ എപ്പോഴും നമ്മൾ ട്രെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്. അത്രത്തോളം നമ്മൾ വീഴുന്നു, അത്രത്തോളം നമ്മൾ പഠിക്കുന്നതാണ്. വീഴാത്തൊരാൾക്കാർ ട്രൈ ചെയ്യുന്നില്ല, അവർ പഠിക്കുന്നില്ല. ഇവിടെ ഞാൻ അധികമൊന്നും ട്രൈ ചെയ്തിട്ടില്ല. എങ്കിലും ഇങ്ങനെ കുഞ്ഞു വീഴ്ചകളൊക്കെ വീഴുന്നത് നമ്മുടെ ആ ഒരു പേടി മാറാനും അതുപോലെ തന്നെ നമ്മൾ വീണ് പഠിക്കും. സത്യമാണ്. ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഷ് പ്ലേറ്റ് ഇടിച്ചിളക്കാൻ മടിച്ചിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കല്ലാണ്. അപ്പോൾ ബാഷ് പ്ലേറ്റ് ഇടിച്ച് മുന്നേ പോയിട്ടുണ്ടായിരുന്ന വണ്ടിയുടെ ബാഷ് പ്ലേറ്റൊക്കെ ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ റൈറ്റ് സൈഡ് പിടിച്ചതാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ടയർ മോശമായിരുന്നു. റൈറ്റ് സൈഡ് പോയപ്പോഴത്തേക്കും വണ്ടി പാളി. പിന്നെ ആ സൈഡിൽ പിന്നെ ഞാൻ അപ്പം നിന്നിട്ട് റിക്കവർ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. വണ്ടീനെ സേഫായിട്ട് താഴേക്കുക, അതാണ് ഒരു ഓപ്ഷൻ. എപ്പോഴും നമ്മൾ ഓഫ് റോഡിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വണ്ടി ഒരുവിധമുള്ള ഫോളൊക്കെ എടുക്കാനായിട്ടുള്ള രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിനിടയിൽ നമ്മൾ വണ്ടീനെ സേഫ് ആക്കാനായിട്ട് ഓവർ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് വണ്ടീനെ ഡ്രോപ്പ് ചെയ്യുക, നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്യുക. ഈ 2 കാര്യം വണ്ടി നമുക്ക് പണിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ സേഫായിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല.
പക്ഷെ വീഴുന്നതിനിടയിൽ വീഴാണ്ടിരിക്കാനായിട്ട് മറ്റു ട്രാക്കിലോട്ട് മാറ്റി പിടിക്കുക, അജാതി റിക്കവർ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെ വീഴും. നമ്മളിത് ഓണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമാണ്, നമ്മൾ ചെറിയ സിമെൻറ്റ് ബ്രിഡ്ജിൽ കൂടെ ചെറിയ സിമെൻറ്റ് പാലത്തിൽ കൂടെ നമ്മളിങ്ങനെ ഓടിപ്പിക്കും. അപ്പോൾ അതിങ്ങനെ മണ്ണ് പൊക്കിയിട്ടിട്ട് ഇട്ടേക്കുന്ന സിമെൻറ്റ് ബ്രിഡ്ജാണ്. നിങ്ങളെൻ്റെ പ്രോ എക്സ്പീരിയൻസ് ട്രെയിനിങ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ട്രാക്കിൽ നിന്ന് ആ സിമെൻറ്റ് സ്ലാബിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി പോകണം എന്നാണ് പറയുക. നമ്മുടെ ഒരു നോർമൽ ടെൻഡൻസി വണ്ടി റൈറ്റ് സൈഡിലോട്ട് വീഴാൻ പോകുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പിടിക്കും. അപ്പോൾ സിമെൻറ്റ് സ്ലാബിൽ നിന്ന് വണ്ടി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി മറിഞ്ഞ് വീഴും. അപ്പോൾ നമ്മൾക്ക് അവർ പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് തരുന്നൊരു കാര്യമാണ് ഓണർഷിപ്പ് പ്രോഗ്രാം. ഈ ട്രെയിനിങ്സിനൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്, നിങ്ങളൊരിക്കലും ഒരു റിക്കവറി സ്പോട്ടിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിക്കരുത്. സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ നോക്കുക. സേഫായിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ നിന്ന് റിക്കവർ ആകാം. പക്ഷേ അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ തിരിച്ച് പിടിക്കും, വണ്ടി കൺട്രോൾ പോവും, ഓവർ ആക്സിലറേഷൻ ആവും, ബാക്ക് സ്കിഡ് ആവും, നമുക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരുപാട് ഇഷ്യൂസ് വരാം. അപ്പോൾ മാക്സിമം സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുക. അവിടെ നിന്ന് പിന്നെ ഒന്ന് വഴിക്ക് കഴിയുമ്പോഴേ റിക്കവർ ആക്കാൻ നോക്കരുത്. ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മുടെ ട്രാക്ക് ഒരുപാട് മാറി. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് റോക്കി സർഫസ് എന്നാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ടാർമാക്കും കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് നമ്മൾ ഒരു കോൺക്രീറ്റ് സ്ലാബിലാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഡിഫറെൻറ്റ് ടെറൈൻസ് നമുക്കിവിടെ കിട്ടി. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, പൊളിഞ്ഞ് പോയി. നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ ആഴം മനസ്സിലാഞ്ഞിട്ടാണ്. എനിക്ക് കാല് കുത്തി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് പാസ് ചെയ്ത് അപ്പർ സൈഡിലോട്ട് ലാൻഡ് ചെയ്യണം. റൈറ്റ് സൈഡ് ചവിട്ടി നിൽക്കണം, ലെഫ്റ്റ് സൈഡ് എനിക്ക് കാലത്തൊന്നും കൂടെ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെയുള്ള അഡ്വഞ്ചർ ബൈക്കുമായിട്ട് ഇതുപോലത്തെ ടെറൈൻസിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രെയിൽ ഏതാണ്ട് കഴിഞ്ഞു കേട്ടോ. കാരണം കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അവിടെ നമ്മുടെ ഹിമാലയൻ 450 ഒന്ന് വീഴുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഫുട്ടേജ് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു പണി നടക്കുന്ന റോഡാണ്. അപ്പോൾ അത്യാവശ്യം സ്ലൈഡ് ചെയ്യാനും പവർ ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന റോഡാണ്. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പവർ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സ്ലൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിയുന്ന പോലെ ഞാനും ഒന്ന് സ്ലൈഡ് അടിച്ച് നോക്കി. ഇത് നമ്മൾ ക്ലോസിംഗ് ആണ്. ഇനി നമുക്കിവിടെ ഒരു സൺസെറ്റ് ഉണ്ട്. അത് അധികം ആരും അവിടെ പോയിട്ടില്ലാത്തൊരു സൺസെറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, വൈകിട്ടാണെങ്കിലും തണുപ്പുണ്ട്. പിന്നെ സൺസെറ്റ് ഗോൾഡൻ അവേഴ്സാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ സണ്ണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആ സണ്ണിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ റൈഡ് പോകുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഓടിച്ച് പോകുന്നതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പുറകിൽ നിന്ന് ഓടിച്ച് പോകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ആ വണ്ടികളൊക്കെ ഇങ്ങനെ വരിയായിട്ട് പോകുന്നത് നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റും. മുന്നേ നിന്ന് ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് 1-2 ബൈക്ക് നമ്മുടെ മുന്നേ പോകുന്നത് മാത്രം, അല്ലെങ്കിൽ ആ ഒരു പേസിൽ ഓടിച്ച് പോകുന്ന ഫീൽ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പുറകിൽ നിന്ന് പോകുകയാണെങ്കിൽ നല്ല രസമാണ്. അത് കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഗ്രൂപ്പ് റൈഡ് പോകുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് പുറകിലോട്ടൊന്ന് പോയിട്ട് നോക്കുക. അതിങ്ങനെ പോകുന്നതാണ് ഭയങ്കര രസമാണ്. നിങ്ങൾ കാണുന്നില്ല, ഏതൊരു മിനി സ്വിറ്റ്സർലാൻഡ് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതായത് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടില്ല, പക്ഷേ എങ്കിലും നമ്മൾ പല വീഡിയോസിൽ കാണുന്ന പോലെ അകലെ കാണുന്ന മലഞ്ചെരിവുകൾ, അവിടെ നിന്നിരിക്കുന്ന ലൈറ്റ്സും ഒരു നല്ലൊരു ഫീലാണ്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഓടിച്ചോടിച്ച് നമ്മുടെ ആ ഒരു സൺസെറ്റ് കാണുന്ന സ്പോട്ടിലെത്തി. ഇവിടെ ഈ 411 അധികായന്മാരിങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിൽ കൂടെ മാന്തി ഞാനും മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടോ. ഇത് ആക്ച്വലി ഇവിടെ ഇറിഗേഷന് വേണ്ടിയിട്ട്, അതായത് മഴവെള്ളം ശേഖരിക്കാനായിട്ട് കുറച്ച് ടാങ്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ അധികം ആരും വന്ന് ഇതില്ല. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഓണറിന് പരിചയം ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ ഇരുന്നിട്ടുള്ളൊരു സൺസെറ്റ് കാണാൻ ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മൾ കൊടൈക്കനാൽ വരുമ്പോൾ പല ജാതി കാഴ്ചകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്കൊരു 10-12 തവണ ഞാൻ കൊടൈക്കനാൽ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ കൊടൈക്കനാലിൽ ഇരുന്ന് ഇങ്ങനെ ഒരു സൺസെറ്റ്, ഇത്ര മനോഹരമായൊരു സൺസെറ്റ്, അതും ഇത്ര മനോഹരമായ ഒരു ഗ്രൂപ്പിനോട് ഇരുന്നൊരു സൺസെറ്റ് കാണാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ ഓടിച്ച് ക്ഷീണിച്ച് അല്ലെങ്കിൽ കുറേ ട്രാക്കൊക്കെ പിടിച്ചിട്ട് ഇതുപോലെ ഒരിടത്ത് വന്ന് അങ്ങനെ ഇരുന്ന് ഈ കാഴ്ചകൾ കാണാൻ എന്ത് രസമാണെന്നറിയാമോ. അങ്ങനെ കൊടൈക്കനാൽ അതിമനോഹരമായ സൺസെറ്റും കണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഒരു ടിബറ്റൻ അമ്മായിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നല്ല മാഗി കിട്ടുന്നത് കേട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ്.
അപ്പോൾ വന്ന എല്ലാ റൈഡേഴ്സും ഹാപ്പിയാണ്. അവർക്ക് അത്യാവശ്യം ട്രയൽസ് ഓടിക്കാൻ പറ്റി. അതുപോലെ തന്നെ കുറേ നല്ല വീഡിയോസും ഫോട്ടോസും അവർക്ക് എടുക്കാൻ പറ്റി. അതുപോലെ ക്ലോസിംഗ് നോട്ടായിട്ട് അവർക്ക് ഇവിടെ ഈ ഒരു സൺസെറ്റും കൂടെ ബോണസായിട്ട് കിട്ടിയപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ മുന്നേ പോയിട്ട് അവർ ഒരു വരുന്ന വീഡിയോ എടുക്കാനുള്ളൊരു ശ്രമമാണ്. ഇത് കണ്ടില്ലേ എന്ത് രസമാണെന്നുണ്ടോ എല്ലാ ബൈക്സും ഇങ്ങനെ വരുന്നത്. അത് നല്ലൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അങ്ങനെ മനോഹരമായ ഒരു ട്രയൽസ് ഏതാണ്ട് അവസാനിക്കുകയാണ്. കൊടൈക്കനാലിൽ നമ്മൾ പല പല കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. കൊടൈക്കനാലിലെ ലേക്കിൻ്റെ കാഴ്ചകളും പൂമ്പാറയിലും അതുപോലെ തന്നെ ഒരുപാട് ഇൻറ്റീരിയറായിട്ടുള്ള പല സ്ഥലങ്ങൾ, കൂക്കലും അതുപോലുള്ള പല സ്ഥലങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ കൊടൈക്കനാലിൽ ഇതുവരെ കാണാത്ത കൊടൈക്കനാലിൻ്റെ സ്വന്തമായിട്ടുള്ള കൊടൈക്കനാൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രെയിലാണ്. അപ്പോൾ നിങ്ങളിനി കൊടൈക്കനാൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വഞ്ചർ ബൈക്കിലാണ് പോകുന്നത്. അഡ്വഞ്ചർ ബൈക്കല്ല, നിങ്ങളുടെ ഏത് ബൈക്കാണെങ്കിലും അതൊരു മൈൻഡ് സെറ്റാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ട്രാക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ട്രാക്ക് എടുക്കുക. നല്ല ട്രാക്കാണ്, അത്രയും ഡേഞ്ചറൊന്നുമല്ല. ഇതിപ്പോൾ ഒരു 1 to 5 സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 2 ഒക്കെ വരുന്ന ഒരു ടെറൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ടെറൈൻ എടുക്കാം. എടുത്ത് പോയൊരു സൺസെറ്റൊക്കെ കണ്ട് കൊടൈക്കനാലിൻ്റെ വേറെ രീതിയിലുള്ളൊരു കാഴ്ചയും കണ്ട് നമുക്ക് മടങ്ങാം. പ്രണയനിലാക്കിളിനി ശാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ